യഥാർത്ഥത്തിൽ ഷാങ്ഹായ് മീറ്റിംഗിൽ ഞെട്ടിവിറച്ചിരിക്കുകയാണ് അമേരിക്ക. ഷാങ്ഹായ് മീറ്റിംഗിന് ശേഷം ഇന്ത്യക്കെതിരെ നിരന്തരം വിഷം തുപ്പുന്ന ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള നവാരോ പറഞ്ഞത് ഇത് ദൗർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ്. നേരത്തെ നവാരോ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് ഈ യുദ്ധത്തിന് മുഴുവൻ ഉത്തരവാദി, യുക്രൈനിൽ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എല്ലാം മരിച്ചു വീഴുന്നതിൽ ഇന്ത്യക്കാണ് ഉത്തരവാദിത്തം എന്നൊക്കെയാണ്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇന്ത്യയിൽ റഷ്യയിലെ എണ്ണ വാങ്ങുന്നതിലൂടെ ഇവിടെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ബ്രാഹ്മണർക്കാണ് എന്ന് ഇയാൾ പറഞ്ഞ് ജാതീയപരമായിട്ട് ഇന്ത്യയെ വേർതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ഇത് രണ്ടാമത്തെ വിഷയം. ഇനി മൂന്നാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇയാൾ ട്രംപിന് വഴങ്ങിയില്ലെങ്കിൽ ഇന്ത്യ നശിക്കും എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. ഇപ്പോൾ ഇയാൾ പറയുന്നത് ഇന്ത്യ ദൗർഭാഗ്യകരമാണ് ഇങ്ങനെ ഷീ ജിൻപിങ്ങുമായി കൂട്ടുകൂടുന്നത്, ഞങ്ങളോട് കൂട്ടുകൂടൂ, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകൂടലിനായി കാത്തിരിക്കുന്നു എന്നാണ് ഇയാൾ ഇപ്പോൾ പറയുന്നത്. പോരാത്തതിന് ഇപ്പോൾ SCO മീറ്റിംഗിന് ശേഷം US-ന്റെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇന്ത്യയെ മഹത്തായ രാജ്യമെന്നാണ് വിളിച്ചിരിക്കുന്നത്. അതായത് ഗ്രേറ്റ് കൺട്രിയാണ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ തിങ്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ 2 ഗ്രേറ്റ് കൺട്രീസ് വിത്ത് ഗെറ്റ് ദിസ് സോൾവ്ഡ്. അതായത് അമേരിക്കയും ഇന്ത്യയും 2 മഹത്തായ രാജ്യങ്ങളാണ്. ഈ മഹത്തായ രാജ്യങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ എത്രയും വേഗം സോൾവ് ചെയ്യണം എന്നാണ് ഇപ്പോൾ സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസന്റ് പറഞ്ഞിരിക്കുന്നത്. SCO മീറ്റിംഗ് ഇസ് എ ലാർജ്ലി പെർഫോമേറ്റീവ്. India is the most populous democracy in the world. At the end of the day, India values are much closer to ours and to China's than to Russia's. അതായത് SCO മീറ്റിംഗ് വളരെ ഗംഭീരമായിരുന്നു. ഇന്ത്യയുടെ വാല്യൂ, അതായത് ഇന്ത്യയുടെ മൂല്യം വളരെ വലുതാണ്. ആ മൂല്യം ഉപയോഗിക്കാൻ അമേരിക്കയ്ക്കാണ് കഴിയുന്നത്. ഇന്ത്യ വാല്യൂസ് ആർ മച്ച് ക്ലോസർ ടു അവേഴ്സ്. അതായത് ഇന്ത്യയുടെ അതേ മൂല്യം തന്നെയാണ് അമേരിക്കയ്ക്കും ഉള്ളത് എല്ലാ കാര്യത്തിലും. എന്നാൽ റഷ്യയുമായും ചൈനയുമായും ഇന്ത്യക്ക് ഇന്ത്യയുടെ മൂല്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അമേരിക്ക അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു കൺട്രിയാണെന്നാണ് ഇയാൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.